ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂരിലെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കഫേയിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഏതാണെന്ന്. യെസ്, ഇതാണ് കഫേ അഡിക്റ്റ്. ഗുരുവായൂരിലുള്ള ഇവരുടെ ആദ്യത്തെ ബ്രാഞ്ചിൽ എപ്പോ പോകണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവർ തൃശ്ശൂരിൽ ഒരു കിഡിലൻ സെറ്റപ്പിൽ ഇവരുടെ രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ എല്ലായിടത്തും നല്ലൊരു ഗ്രീനറി കാണാം, വലിയൊരു ഹോപ്പും കാണാം. അപ്പൊ നമുക്ക് ആ വലിയൊരു ഹോപ്പോട് കൂടി ഉള്ളിലേക്ക് കയറി ചെല്ലാം എങ്ങനെയുണ്ടെന്ന്. വാവ്, ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള ഒരു ആംബിയൻസ് അത് കാണുമ്പോൾ തന്നെ എല്ലാരും വാവ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവരുടെ വാളിന്മേൽ അത് എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഒരു ഹ്യൂജ് ആംബിയൻസ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ നുക്ക് ആൻഡ് കോർണറിലും എങ്ങനെയൊക്കെ നിറച്ചു വെക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ വളരെ നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ്സ് ഉണ്ട്, അതേപോലെ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്, പിന്നെ ഫെയറി ടെയിൽസിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചിമ്നി ലൈറ്റ്സ് ഉണ്ട്, പിന്നെ പല രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, നല്ല പ്ലഷ് സോഫാസ് ഉണ്ട്, ചെയർസ് ഉണ്ട്. ഈ കാണുന്നത് ഒരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് ആണ്, വളരെ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല ചെറുതും വലുതുമായ ഫ്ലവർ വാസ് ഉണ്ട്, പോട്ടഡ് പ്ലാന്റ്സ് ഉണ്ട്, ഫ്രെയിം പിക്ചേഴ്സ് ഉണ്ട്, അതേപോലെ ബെസ്റ്റ് സെല്ലർ ബുക്സ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത അറേഞ്ച്മെന്റ് ആണ് എല്ലായിടത്തും. പിന്നെ ഈ കാണുന്നത് ഇവരുടെ സെർവിംഗ് കൗണ്ടർ ആണ്. ഇവിടെ പലതരം ടീ ആൻഡ് കോഫി വെൻഡിങ് മെഷീൻസ് കാണാം. പിന്നെ തൊട്ടടുത്ത് ഇവരുടെ റിസപ്ഷൻ ഡെസ്കും കാണാം. പിന്നെ ഇത് മുകളിലുള്ള ഒരു സ്പേസ് ആണ്. ഈ ഒരു കോർണറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ട്രീ കാണുമ്പോൾ യൂറോപ്പിലൊക്കെ കാണപ്പെടുന്ന ആ പിങ്ക് ഫ്ലവർ ട്രീനെയാണ് ഓർമ്മപ്പെടുത്തിയത്. സ്പ്രിംഗ് സീസണിൽ ഇതിന്റെ പെറ്റൽസ് ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആ രീതിയിലുള്ള ട്രീ. പിന്നെ ഇവിടെ ചെറിയൊരു ബുക്ക് ഷെൽഫ് കാണാം. പിന്നെ ഫെയറി ടെയിൽസിലൊക്കെ കാണുന്ന രീതിയിലുള്ള മിറർ കാണാം. അപ്പൊ നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവരുടെ സോഫ്റ്റ് ലോഞ്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് മുകളിലേക്ക് ആക്സസ് കൊടുത്തിട്ടില്ല. ഇവിടെയും ഇന്റീരിയേഴ്സ് നല്ല സ്റ്റൈലായി ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ആ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ. പിന്നെ വളരെ കംഫർട്ടബിൾ സീറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അതേപോലെ ഇവിടെയും വാൾസിൽ നല്ല ബ്യൂട്ടിഫുൾ പെയിന്റിങ്സ് കാണാം. പിന്നെ അതേപോലെ നല്ല ഫ്രെയിം പിക്ചേഴ്സ് ഒരുപാടുണ്ട്. നല്ല കളർഫുൾ വാൾസ് ആണ്. പിന്നെ ഈ ഒരു റൗണ്ട് ഫ്രെയിംഡ് വിൻഡോ കാണുമ്പോൾ പണ്ട് കാലങ്ങളിൽ വായിച്ചിട്ടുള്ള ഫെയറി ടെയിൽസ് ഒക്കെയാണ് ഓർമ്മ വരുന്നത്. അതിലുള്ള ആ ഒരു സീ ത്രൂ വിൻഡോയുടെ ആ ഒരു സ്ട്രക്ചർ പോലെയുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഈ മനോഹരമായ ട്രീ, പിന്നെ ഇതിലുള്ള ആ ബേബി പിങ്ക് ഫ്ലവേഴ്സ് ഒക്കെ ഒരു ഫെയറി ടെയിലിന്റെ ഫീലാണ് തരുന്നത്. ഇതാണ് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. നോ വണ്ടർ ഇവിടുത്തെ ക്രൗഡ് പുള്ളർ ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് ഇൻഡീഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കഫേ ഇൻ തൃശ്ശൂർ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ വളരെ ക്രൗഡഡ് ആയിരുന്നു. കാരണം ഇപ്പോഴത്തെ ട്രെൻഡിങ് കഫേ ആയ കാരണം കൃത്യം 1 മണിക്ക് തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നവരെല്ലാം ഫോട്ടോസ് എടുക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ധൃതിയിലാണ്. അപ്പൊ ഇതാണ് ഇവരുടെ മെനു. ആദ്യത്തെ 2-3 പേജ് കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷെ പിന്നെ സ്റ്റാർട്ടേഴ്സിലേക്കൊക്കെ വരുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതുകൂടാതെ ഇവർക്ക് സാലഡ്സും ബർഗേഴ്സും സാൻഡ്വിച്ചസും സ്റ്റേക്സും പാസ്താസും ഡെസേർട്സും ഒക്കെയുണ്ട്. ശരിക്കും വേർത്ത് ദ റേറ്റ് ആണോ എന്ന് വഴിയെ കാണാം. അപ്പൊ ഞങ്ങൾ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ആദ്യം എത്തിയത് ഇവരുടെ ചോക്കോ ചിപ്പ് ഫ്രപ്പേ ആണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് ആണ്. പിന്നെ ചോക്കോഹോളിക് ആയ കാരണം വേറെ ഒന്നും ഓർഡർ ചെയ്യാൻ തോന്നിയില്ല. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. വാവ്, നല്ല സൂപ്പർ കോഫി ആൻഡ് ചോക്ലേറ്റ് കിക്ക് ആയിരുന്നു. അതായത് ഈ ഒരു റേറ്റിന് പെർഫെക്റ്റ് ക്വാണ്ടിറ്റി. ശരിക്കും ആ നല്ലൊരു ക്വാളിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഐറ്റം കൊണ്ടുവന്നപ്പോൾ നമ്മൾ ആലോചിച്ചു ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവരുടെ ബീഫ് ടെറീൻ ആണെന്ന്. സാധാരണ രീതിയിൽ ടെറീൻ എന്ന് പറയുമ്പോൾ ലെയേർഡ് മീറ്റും അതേപോലെ സ്പൈസസും ഹെർബ്സും ഒക്കെ ഒരു വലിയ റെക്ടാങ്കുലർ മോൾഡിൽ വെച്ച് സ്ലോ കുക്ക് ചെയ്ത് ബ്രെഡ് ലോഫ് സ്ലൈസ് ചെയ്ത് മുറിച്ചു കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു കട്ട്ലറ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. കഴിച്ചു നോക്കിയപ്പോഴും ഒരു മിൻസ്ഡ് മീറ്റിന്റെ കട്ട്ലറ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ തന്നിട്ടുള്ള ഡിപ്പ് വളരെ കുറവാണ്. പിന്നെ ഇവരുടെ മെനുവിൽ മെൻഷൻ ചെയ്ത പോലെ മാഷ് പൊട്ടാറ്റോസ് അല്ല കിട്ടിയത്, അതിന് പകരം നല്ലൊരു സാലഡാണ് കിട്ടിയത്. പിന്നെ ഇവരുടെ മെയിൻ ഡിഷസ് ആയിട്ട് ഓർഡർ ചെയ്തതാണ് ഈ ഒരു ബർഗറും പിന്നെ ഇവരുടെ ഈ സ്റ്റേക്കും. രണ്ടും നല്ല പ്രസന്റേഷൻ ആയിട്ട് തോന്നി. ഈ സ്റ്റേക്കിന്റെ പ്രസന്റേഷൻ വളരെ യുണീക്ക് ആയിട്ട് തോന്നി. ഒരു ഷെയർ ഐറ്റം പോലെ കഴിക്കാവുന്ന രീതിയിലാണ്. അപ്പൊ ഇതാണ് ഇവരുടെ ടൊർണേഡോ ബർഗർ. ഇത് ചിക്കനിലാണ് വരുന്നത്. 2 ചിക്കൻ പാറ്റിയും പിന്നെ ഇവരുടെ സ്പെഷ്യൽ സോസും ഗർക്കിൻസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്കിതൊരു ബൈറ്റ് എടുത്ത് നോക്കാം.
കൊള്ളാം. നല്ല കിഡിലൻ ബർഗറാണ്. അതായത് നല്ല ബൺ ക്വാളിറ്റി, നല്ല ഗ്രിൽ ചിക്കൻ പാറ്റി, പിന്നെ ഇവരുടെ ഷെഫ് സ്പെഷ്യൽ സ്പൈസി സോസും ഗർക്കിൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു കിഡിലൻ ബർഗറാണ്. പൊട്ടാറ്റോ മിക്സ്ഡ് ബണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് തോന്നുന്നു. ഒരു യെല്ലോയിഷ് കളറായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഇതിന്റെ കൂടെ സോൾട്ടഡ് ക്രിങ്കിൾ ഫ്രൈസും ഉണ്ടായിരുന്നു. അതിന് പറ്റിയ ഒരു ഡിപ്പും ഉണ്ട്, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. അപ്പൊ ഇതൊരു മസ്റ്റ് ട്രൈ ബർഗർ തന്നെയാണ്. നിങ്ങളോട് വരുമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ സ്റ്റേക്ക് ആയിട്ട് ഓർഡർ ചെയ്തതാണ് ഇവരുടെ ഈ ഫിലെ മിന്യോൺ സ്റ്റേക്ക്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. അങ്ങനെ ഫിലെ മിന്യോണും റിബൈ സ്റ്റേക്ക് കിട്ടുന്ന രണ്ടാമത്തെ സ്പോട്ടായി ഇത് തൃശ്ശൂരിൽ. കൊള്ളാം, നല്ലൊരു ടെക്സ്ചറാണ്. അതായത് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ടെൻഡർലോയിന്റെ ആ ഒരു നാരോ പോർഷൻ എന്നുള്ള കട്ടാണ് ഇത്. അതുകൊണ്ട് നല്ല ഫ്ലേവർസും ആയിരിക്കും, അതേപോലെ വളരെ ജ്യൂസി ടെക്സ്ചറും ആയിരിക്കും. പിന്നെ ഇതിന്റെ കൂടെ കിട്ടിയ ബോയിൽഡ് സുക്കീനിയും ബ്രോക്കോളിയും വളരെ നന്നായിരുന്നു. ഇവിടെ ഒരു സ്റ്റേക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഒരു ഷെയർ ഐറ്റം പോലെയാണ്, ഒരുപാട് പീസസ് ആയിട്ട്. നമുക്കിനി അതൊന്ന് വെറുതെ മഷ്റൂം സോസിൽ ഡിപ്പ് ചെയ്തൊന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല പെർഫെക്റ്റ് മഷ്റൂം സോസ് ആണ്, അടിപൊളി. ഇനി നമുക്ക് ഇവരുടെ ആ ഒരു ഓയിലി സോർട്ടഡ് വെജിറ്റബിൾസ് ഉള്ള ആ ചിമിച്ചൂരി സോസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഒരു മൈൽഡ് സ്പൈസി സോസ് പോലെയാണ് ഫീൽ ചെയ്തത്. ഇവിടുത്തെ ബെയർ സജസ്റ്റ് ചെയ്ത പ്രകാരം മീഡിയം റെയറിന് പകരം മീഡിയം ഫൈൻ സ്റ്റേക്ക് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പക്ഷെ എന്നിട്ടും ചില പീസസ് നല്ല ചൂയായിരുന്നു, ചിലത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് നിങ്ങൾ നേരിട്ട് കണ്ടു കാണുമല്ലോ. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഇവരുടെ കാപ്പിച്ചീനോ അല്ലെങ്കിൽ ലാറ്റോ ഒക്കെ കുടിച്ച്, അല്ലെങ്കിൽ ഒരു മൊഹിറ്റോ ഒക്കെ കുടിച്ച്, ഇവരുടെ ഷെയർ ഐറ്റംസ് ആയ വല്ല ലോഡഡ് ഫ്രൈസോ അല്ലെങ്കിൽ സ്റ്റേക്ക് ഓർഡർ ചെയ്ത് ഷെയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്കും ഒരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നില്ല. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ആംബിയൻസും നന്നായിട്ട് എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ അഫോർഡ് ടു പേ ഫോർ ഓൾ, ദെൻ ഗോ അഹെഡ് ആൻഡ് എൻജോയ് യുവർ സെൽഫ്. എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് നോക്കുക. ടോപ്പ് നോച്ച് ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.